Dear students, ഇന്ന് നമ്മൾ ബാൻഡ് ഗ്യാപ്പിൻ്റെ കണ്ടിന്യൂഷനായ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിനെ കുറിച്ചും ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിനെ കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. In semiconductor physics, the band gap of a semiconductor is always one of the two types. ബാൻഡ് ഗ്യാപ്പ് എപ്പോഴും ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആയിരിക്കും സെമി കണ്ടക്ടേഴ്സിൽ ഉണ്ടായിരിക്കാം. ബാൻഡ് ഗ്യാപ്പ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ബാൻഡ് ഗ്യാപ്പ് രണ്ട് തരത്തിലാണ് വരിക. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക സെമി കണ്ടക്ടറിൽ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇനി എന്താണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിനെ കുറിച്ച് നോക്കാം. ബാൻഡ് ഗ്യാപ്പ് നമുക്ക് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഡയഗ്രാം യൂസ് ചെയ്യാറുണ്ട്. അതിനെ പറയുക EK ഡയഗ്രാം എന്നാണ്. ബാൻഡ് ഗ്യാപ്പ് ഓഫ് എ സെമി കണ്ടക്ടർ ഈസ് എക്സ്പ്ലെയിൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ EK ഡയഗ്രാം. EK ഡയഗ്രാമത്തിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ സെമി കണ്ടക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ കാണിക്കുന്നത്. The EK diagram shows the characteristics of a particular semiconductor material. It shows the relationship between the energy and momentum of available quantum mechanical states of electrons in the material. അപ്പോൾ അതിനകത്ത് ആ ഒരു EK ഡയഗ്രത്തിൽ എന്താണ് എനർജിയും മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഓരോ ഇലക്ട്രോണിൻ്റെയും നമ്മളവിടെ കാണുന്നത്. ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ കാണുക. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ജസ്റ്റ് നമുക്ക് നേരത്തെ കണ്ട എനർജി ബാൻഡ് ഡയഗ്രാം തന്നെയാണ്. അതിന് നമ്മൾ കുറച്ച് ഒരു മോഡിഫിക്കേഷൻസ് ഇവിടെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കണ്ട എനർജി ബാൻഡ് ഡയഗ്രത്തിൽ ഓരോ ബാൻഡും അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് വരച്ചിരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കാണാം, നമുക്കൊരു കർവ് ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതൊരു കർവ് അല്ല, ഇതൊരു ബാൻഡാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് അതിൻ്റെ കണ്ടക്ഷൻസ് ഉണ്ടാവുക. ഇത് കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്ന ഒരു ബാൻഡാണ്. അതിൻ്റെ ബൾജിങ് എഡ്ജാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിന് ബാൻഡാണ്, ഒരു കർവായിട്ടല്ല, ഒരു ഡിസ്ക്രീറ്റ് ലെവലല്ല. ഇതൊരു ബാൻഡാണ്. ഇങ്ങനെയാണ് ശരിക്കും ഒരു സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രത്തിൽ ബാൻഡുകൾ ഉണ്ടായിരിക്കുക. നേരത്തെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് വരയ്ക്കുകയാണ്, എനർജീസ് എല്ലാം ഈക്വൽ ആണ് എന്ന് പറഞ്ഞ് വരയ്ക്കുന്നത് കൊണ്ടാണ് നമുക്കതിനൊരു കറക്റ്റ് ഇങ്ങനെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ ബാൻഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബാൻഡ് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് എനർജീസ് ആണ്. അപ്പോൾ എനർജി ആ എല്ലാ ആറ്റത്തിനും ഓരോ ലെവലിലും സെയിം എനർജി തന്നെ ആയിരിക്കണമെന്നില്ല, ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബാൻഡിൻ്റെ സ്ട്രക്ചറും ചെറിയ ഒരു ഷേപ്പ് ചേഞ്ചസ് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ എന്താ പറയുക, ഐഡിയലായിട്ട് വരയ്ക്കുന്ന സമയത്ത് റെക്റ്റാങ്കുലർ ഷേപ്പാണ് കൊടുക്കാറ് എനർജി ബാൻഡ് ഡയഗ്രത്തിൽ. നമ്മൾ EK ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എക്സാക്റ്റ് അതിൻ്റെ ഒരു ബൾജിങ് കാണിച്ചിട്ടാണ് വരയ്ക്കുക. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ്. താഴെ കാണുന്ന ഈ ഒരു എന്താണ് ബൾജ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബാൻഡാണ് വാലൻസ് ബാൻഡ്. തൊട്ട് മുകളിലായിട്ട് നമുക്ക് അതിൻ്റെ കണ്ടക്ഷൻ ബാൻഡും കാണാൻ കഴിയും. ഇതിനകത്താണ്, ഇതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിനെയാണ് നമ്മൾ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി എന്താണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നൊക്കെ പഠിച്ചത്. അപ്പോൾ അതിവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ V എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിൻ്റെ മാക്സിമം എനർജിയാണ്. എന്താണ് EC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിൻ്റെ മിനിമം വാല്യൂ ആണ്. ഇവിടെ എത്രയും വോൾട്ടാണോ അതാണ് ഇതിൻ്റെ EC ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. പിന്നെ EK ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രത്തിൽ എക്സ് ആക്സിസ്, ഇപ്പോൾ ഇതൊരു ഡയഗ്രാമാണ്, ഇതിനകത്ത് എക്സ് ആക്സിസ്, അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എനർജിയാണ്. വൈ ആക്സിസിൽ കൺസിഡർ ചെയ്യുന്നത് എനർജിയാണ്. എക്സ് ആക്സിസിൽ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ വേവ് നമ്പർ എന്നൊക്കെയാണ് നമ്മളതിനെ പറയുക, അല്ലെങ്കിൽ മൊമെൻറ്റം. ഇതിലേതെങ്കിലും ഒരു വേർഡ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും Kനെ പറയാറ്. നമുക്ക് അറിയുന്നൊരു ടേം എന്ന് പറഞ്ഞാൽ വേവ് വെക്ടറിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് കേട്ട് പരിചയമുള്ളൊരു വേർഡാണ് മൊമെൻറ്റം. ആ മൊമെൻറ്റം വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ K എന്ന് പറയുന്ന വാല്യൂ കാണിക്കുന്നത്. ഇവിടെ P നിങ്ങൾക്ക് കാണാൻ കഴിയും. P എന്ന് പറയുന്ന പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്സിസിലാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ എന്താണ്
എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കുന്നതിനെയാണ് EK ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള EK ഡയഗ്രാം വരച്ചിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നത്. ഇതൊരു ഐഡിയൽ കേസാണ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ വാലൻസ് ബാൻഡിൽ കുറേ ഇലക്ട്രോൺസിനെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇതാ ഇവിടെ കുറേ ഇലക്ട്രോൺസ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സൈറ്റഡ് എന്താണ്, അത് കൂടുതൽ എനർജി കിട്ടി എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തി, അതായത് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഹോൾസ് കാണാൻ കഴിയും, അതായത് ആ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കൂടുതൽ എനർജി കിട്ടി ലീവ് ചെയ്തിട്ടുള്ള പ്ലേസസ് ആണ് ഇവിടെ കാണുന്ന ഹോൾസ്. ആ ഇലക്ട്രോൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഇവിടെ കണ്ടക്ഷൻ ബാൻഡിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് EK ഡയഗ്രാം. ഇങ്ങനെ ഒരു ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. EK ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനർജി ആൻഡ് മൊമെൻറ്റം ഓഫ് എ ഇലക്ട്രോൺസിൻ്റെ എനർജി മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇനി however the top of the valence band, അതായത് VB maxima and bottom of the conduction band are not generally at the same value of electron momentum. ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ കണ്ട ഈ ഒരു വാലൻസ് ബാൻഡിൻ്റെ ടോപ്പ് പോയിന്റ് അതാണ് VB മാക്സിമം എന്ന് പറയുന്നത്. ഇനി ഇവിടെ കാണുന്ന കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഏറ്റവും മിനിമം പോയിന്റാണ് ഇതാണ് VB മിനിമം എന്ന് പറയുന്നത്. ഈ രണ്ട് പോയിന്റും എല്ലാ സമയത്തും ഒരേ മൊമെൻറ്റത്തിലല്ല ഉണ്ടാവുക. ഇപ്പം ഇവിടെ നമ്മൾ വരച്ചത് എന്താണ്, ഇവിടെ എക്സ് ആക്സിസിലാണ് നമ്മൾ മൊമെൻറ്റം കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ VB മാക്സിമവും CB മിനിമവും ഒരേ പോയിന്റിലാണ് നമുക്ക് കാണുന്നത്. അപ്പം ഒരേ പോയിന്റിൽ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരണം എന്നില്ല, അതാണ് നേരത്തെ പറഞ്ഞത്. The top of the valence band and the bottom of the conduction band are not generally at the same value of the electron momentum. It is characterized by the certain crystal momentum and K vector. അത് certain crystal structure അതുപോലെ തന്നെ അതിൻ്റെ K propagation constant അല്ലെങ്കിൽ wave vector ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു പോയിന്റ് ഉണ്ടാവുക. ചിലപ്പോൾ if the K vectors are the same for CB minima and VB maxima, it is called direct band gap semiconductors. അതായത് ഈ ഒരു രണ്ട് പോയിന്റും ഒരേ പോയിന്റിൽ എന്താണ് K വാല്യൂവിലാണ്, K വാല്യൂ Y ആക്സിസിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു Y ആക്സിസിൽ ഒരേ പോയിന്റിലാണ് VB മാക്സിമവും CB മിനിമവും വന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുക ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നോക്കാം, ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതാണ് നമ്മുടെ EK ഡയഗ്രാം. EK ഡയഗ്രത്തിൽ നിങ്ങൾക്ക് രണ്ട് കർവുകൾ, പരാബോളിക് സ്ട്രക്ചറിൽ രണ്ട് കർവ് കാണാൻ കഴിയും. ഇവിടെ താഴെ കാണുന്ന കർവാണ് നമ്മുടെ വാലൻസ് ബാൻഡ്. അപ്പോൾ അത് ഒരു റെക്റ്റാങ്കുലർ ആയിട്ടല്ല, നമ്മളതിനെ കർവ് ഷേപ്പിലാണ് കാണിക്കുന്നത്. മുകളിൽ കാണുന്ന ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വാലൻസ് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുക. ഈ വാലൻസ് ഇലക്ട്രോൺസിന് എക്സ്ട്രാ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താവും, ഫ്രീ ഇലക്ട്രോൺസ് ആയി മാറും, അതായത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എനർജി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരു Y ആക്സിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എനർജിയാണ്. ഇവിടെ നമുക്കൊരു നടുവിലൊരു ലൈൻ കാണാൻ കഴിയും അല്ലേ, അതാണ് നമ്മുടെ എനർജീൻ്റെ ആക്സിസ് ആണത്, അല്ലാതെ അവിടെ ഒരു ലൈൻ വരയ്ക്കുന്നതല്ല, ആക്സിസ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എക്സ് ആക്സിസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് K ആണ്. K എന്ന് പറഞ്ഞാൽ വേവ് വെക്റ്റർ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഓർ മൊമെൻറ്റം. മൊമെൻ്റ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്, കാരണം മൊമെൻറ്റം വെച്ച് പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവും. ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം, Kയുടെ വാല്യൂ സെയിം വരുന്ന പോയിന്റിലാണ് CB മിനിമവും VB മാക്സിമവും വന്നിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന കേസിനെയാണ് നമ്മൾ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനത്തെ കേസിൽ the band gap is called direct if the momentum of electrons and holes is the same in both conduction band and valence band. അതായത് വാലൻസ് ബാൻഡിലും കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും മൊമെൻറ്റം സെയിം ആയിരിക്കും, വേറെ വേറെ അല്ല.
an electron can directly emit a photon. ഇങ്ങനത്തെ കേസിൽ ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോൺ എമിറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. ഇങ്ങനത്തെ ഒരു സെമി കണ്ടക്ടറിൽ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിലിരിക്കുന്ന ഇലക്ട്രോൺസ് റീകമ്പൈൻ ചെയ്യുന്ന സമയത്ത്, റീകമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഹോൾസായി കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീകമ്പൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസിന് എക്സ്ട്രാ എനർജി കിട്ടിയിട്ടാണ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്തത്. ഈ ഇലക്ട്രോൺസ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തിരിച്ച് അതിൻ്റെ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിലേക്ക് തന്നെ വരും, റീകമ്പൈൻ ചെയ്യും. ഇവിടെയുള്ള വാലൻസ് ബാൻഡിലുള്ള ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു നമുക്കറിയാം എനർജി കൺസർവേഷൻ നമ്മൾ പഠിച്ചതാണ്. എനർജി കൺസർവേഷൻ ഓഫ് എനർജി എന്താ പറയുന്നത്? എനർജി നൈദർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ക്യാൻ ബി ഡിസ്ട്രോയിഡ്. അതുപോലെ തന്നെയാണ് ഇവിടെ വാലൻസ് ബാൻഡ് എന്ന ഇലക്ട്രോൺസിന് എനർജി കിട്ടിയിട്ടാണ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയത്. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് തിരിച്ച ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രാ കിട്ടിയ എനർജി എന്ത് ചെയ്യണം? വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്, കാരണം എനർജി കുറഞ്ഞ സ്ഥലത്തേക്കാണ് വരുന്നത്. അപ്പോൾ ആ എക്സ്ട്രാ ഉള്ള എനർജീനെ വേറെ ഏതെങ്കിലും ഫോമിലേക്ക് മാറ്റണം, അല്ലാതെ എനർജീനെ ഡിസ്ട്രോ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ റീകമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഒരു എനർജി എമിറ്റ് ചെയ്യും. ആ എനർജി എമിറ്റ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ ഫോമിലാണ്, അതായത് ഫോട്ടോൺസ് ആയിട്ടാണ് എനർജി എമിറ്റ് ചെയ്യുന്നത്. എക്സസ് ആയിട്ട് ഇലക്ട്രോൺസിന് കിട്ടിയ എനർജി ലൈറ്റിൻ്റെ ഫോമിൽ എമിറ്റ് ചെയ്യും. അതാണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിൽ സംഭവിക്കുന്നത്. റീകമ്പനേഷൻ നടക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എക്സ്ട്രാ കിട്ടിയ എനർജി ലൈറ്റിൻ്റെ ഫോമിൽ എമിറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ പറയാം സ്പോണ്ടേനിയസ് എമിഷൻ എന്നാണ് പറയാം. In the case of direct band gap semiconductor, electron in the CB minima എന്ന് പറഞ്ഞാൽ conduction band minima, recombine directly with the holes in the BB maxima. അല്ലേ? ബാലൻസ് ബാൻഡിലുള്ള ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യാണ് വിത്തൗട്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം ആസ് വെൽ ആസ് കൈനറ്റിക് എനർജി. അവിടെ മൊമെൻറ്റോ കൈനറ്റിക് എനർജി ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. സോ ദ എനർജി വിൽ ബി എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. അപ്പോൾ ആ എക്സ്ട്രാ എനർജി ലൈറ്റിൻ്റെ ഫോമിൽ എമിറ്റ് ചെയ്യും. ദിസ് ഫിനോമിന ഈസ് കോൾഡ് സ്പോണ്ടേനിയസ് എമിഷൻ. ഇതിനെ നമ്മൾ സ്പോണ്ടേനിയസ് എമിഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ എനർജി ഈസ് കൺസേർവ്ഡ് ബൈ മീൻസ് ഓഫ് എമിറ്റിംഗ് എ ഫോട്ടോൺ. ഫോട്ടോൺ ആയിട്ടാണ് ലൈറ്റിൻ്റെ ഫോമിലാണ് നമ്മൾ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സച്ച് ട്രാൻസിഷൻസ് ആർ കോൾഡ് റേഡിയേറ്റീവ് ട്രാൻസിഷൻസ്. നെക്സ്റ്റ് ടൈപ്പാണ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ. ഇതിൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. ഇൻഡയറക്റ്റ് എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും? കെൻ്റെ വാല്യൂ സെയിം ആയിരിക്കില്ല രണ്ട് പോയിന്റിലും. ഇഫ് ദ കെ വെക്റ്റർ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഓർ വേവ് വെക്റ്റർ ആർ ദി ഡിഫറെൻറ്റ് ഫോർ കണ്ടക്ഷൻ ബാൻഡ് മിനിമ ആൻഡ് വാലൻസ് ബാൻഡ് മാക്സിമ, ഇറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ. ഈ ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ് മാക്സിമ. അതുപോലെ തന്നെ ഇത് കണ്ടക്ഷൻ ബാൻഡാണ്. കണ്ടൻസ് ബാൻഡ് മിനിമ എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്. ഈ പോയിൻറ്റും ഈ പോയിൻറ്റിലും എന്താണ് നമ്മുടെ കെൻ്റെ വാല്യൂ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ കെ വെക്റ്റർ എന്ന് പറയുന്നത് സെയിം അല്ല. അതായത് മൊമെൻറ്റം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മൊമെൻറ്റം ഡിഫറെൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് കമ്പൈൻ ചെയ്യാൻ കഴിയില്ല. ആദ്യം ഇലക്ട്രോൺസിന് എന്ത് ചെയ്യണം? അതിൻ്റെ മൊമെൻറ്റം ചേഞ്ച് ചെയ്യണം, കൈനറ്റിക് എനർജിയും ചേഞ്ച് ചെയ്യണം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എനർജി ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാലൻസ് ബാൻഡിലേക്ക് കൊണ്ടുവന്ന് റീകമ്പിനേഷൻ പോസിബിൾ ആക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ സമയത്ത് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇലക്ട്രോൺസിനെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ മൊമെൻറ്റം ഷിഫ്റ്റ് ചെയ്യണം, കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബാലൻസ് ബാൻഡിലേക്ക് ഇലക്ട്രോൺസിനെ റീകമ്പിനേഷന് വേണ്ടി അയക്കണം. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന ഈ എനർജി ഹൈ എനർജിയാണ് എന്തായാലും ഇവിടെ ഉണ്ടാവുക കണ്ടക്ഷൻ ബാൻഡിൽ. ഇവിടുന്ന് താഴോട്ട് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന എനർജി ഹീറ്റിൻ്റെ ഫോമിലാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ചയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റിൻ്റെ ഫോമിലല്ല, ഹീറ്റിൻ്റെ ഫോമിലാണ് ഉണ്ടാവുക.
ഇൻ ആൻ ഇൻഡയറക്റ്റ് ഗ്യാപ്പ് ഫോട്ടോൺ കനോട്ട് ബി എമിറ്റഡ്. ഫോട്ടോൺസ് നമുക്ക് എമിറ്റ് ചെയ്യാൻ കഴിയില്ല, ബിക്കോസ് ഇലക്ട്രോൺ മസ്റ്റ് പാസ് ത്രൂ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്. ഇലക്ട്രോൺ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിലൂടെ വന്നിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നമ്മൾ വാലൻസ് ബാൻഡിലേക്ക് എത്തുന്നുള്ളത്. അതുകൊണ്ട് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ട്രാൻസ്ഫർ ഓഫ് മൊമെൻറ്റം ടു ദി ക്രിസ്റ്റൽ ലാറ്റിസ്, മൊമെൻറ്റവും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. But in case of indirect band gap semiconductors, during excitation there is a change in momentum, kinetic energy as well as direction and path of electron. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് എനർജി എമിറ്റ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. അപ്പോൾ ഹീറ്റായിട്ടാണ് എക്സ്ട്രാ വരുന്ന ആ ഒരു എക്സ്ട്രാ കിട്ടിയ എനർജി എമിറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അവിടെ കെൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും സി ബി മിനിമത്തിലും ഇ ബി മാക്സിമത്തിലും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് റീകോമ്പിനേഷൻ പോസിബിൾ അല്ല, ഇൻ്റർമീഡിയറ്റ് ലെവലിലൂടെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഗാലിയം ആർസനൈഡ്, ഇൻഡിയം ആർസനൈഡ്, അതുപോലെ തന്നെ ഗാലിയം നൈട്രേറ്റ്, ഗാലിയം ആൻറ്റിമണി, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ LED-യിലും അതുപോലെ തന്നെ ലേസറിലും യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ ലൈറ്റാണ് എമിറ്റ് ചെയ്ത് വരുന്നത്. ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടറിന് എക്സാമ്പിളാണ് സിലിക്കൺ, ജെർമേനിയം, അതുപോലെ തന്നെ സിലിക്കൺ കാർബൈഡ്, ഡയമണ്ടൊക്കെ ആയിട്ട്, പ്യുവർ കാർബൺ ഡയമണ്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സാണ്. നമ്മൾ സിലിക്കൺ സ്വിച്ചൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറില്ലേ, അപ്പോൾ അതൊക്കെ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സാണ്. ഇത്രയാണ് നമുക്ക് എന്താണ് ഇൻഡയറക്റ്റും ഡയറക്റ്റും ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.